കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് യുഎസിന്റെ ഭരണസിരാ കേന്ദ്രമായ വാഷിംഗ്ടണിലെ ഓവൽ ഓഫീസിൽ യുക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നത്. യുക്രൈനുള്ള യുഎസ് സൈനിക സഹായം ഉറപ്പുവരുത്തുക, യുക്രൈൻ യുഎസ് ധാതു കരാർ സാക്ഷാത്കരിക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ സംഭാഷണം രൂക്ഷമായ വാക്കേറ്റത്തിലേക്ക് വഴിമാറി. ഒരു ഗ്യാങ്സ്റ്റർ സിനിമയിലെ രംഗത്തെ ഓർമ്മിപ്പിച്ചു ഓവൽ ഓഫീസിലെ ആ സംഭാഷണം. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം റഷ്യൻ സർവാധികാരിയായ പുടിനൊപ്പമാണെന്നത് വ്യക്തമായിരുന്നു. Don't tell us what we're going to feel. I'm not telling you. Because you're in no position to dictate that. That's exactly what you're doing. You're in no position to dictate what we're going to feel. If you didn't have our military equipment, if you didn't have our military equipment, this war would have been over in 2 weeks. യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന നിലപാട് ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ വ്യത്യാസമില്ലാതെ പൊതുവായി അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമാണ്. പക്ഷേ കുലുക്കങ്ങൾ ഏതുമില്ലാതെയാണ് ട്രംപ് പാലങ്ങൾ എരിച്ചു കളയുന്നത്. പാർട്ടി നിലപാടുകൾക്ക് അതീതമായ അമേരിക്കൻ മനോഭാവത്തിന് ട്രംപ് വില കൽപ്പിക്കുന്നില്ല. അതിയാഥാസ്ഥിതികമായ വ്യക്തിപരതയിൽ ഊന്നിയ ട്രംപിന്റെ നിലപാടുകളുടെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള അകൽച്ച. സൈനികവും അല്ലാത്തതുമായ അന്താരാഷ്ട്ര സഖ്യങ്ങളോട്, ലോകാരോഗ്യ സംഘടന അടക്കമുള്ള ആഗോള ഏജൻസികളോട്, പാരീസ് ഉടമ്പടി പോലെയുള്ള കാലാവസ്ഥാ കരാറുകളോടൊക്കെ ട്രംപിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാണ്. ആഗോള സഖ്യങ്ങൾക്കും കൂട്ടായ്മകൾക്കും അതീതമായ അമേരിക്ക എന്ന രാജ്യം ഒറ്റയ്ക്കൊരു ലോകശക്തിയായി നിലകൊള്ളുക എന്നതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. ചരിത്രത്തിലെ അതിശക്തമായ പല സാമ്രാജ്യങ്ങളും തകർന്നടിഞ്ഞ് മണ്ണോട് മണ്ണായി കഴിഞ്ഞെങ്കിലും അമേരിക്കൻ സാമ്രാജ്യം എന്തുകൊണ്ടാണ് നിലനിന്നത്? ഉദാര മാനവിക മൂല്യങ്ങളുടെ സംരക്ഷകരെന്ന പ്രതിച്ഛായ, ആഗോള മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകരെന്ന പദവി, സമാനമനസ്കരായ രാജ്യങ്ങളുമായുള്ള സഖ്യം, സുഹൃത്ത് രാജ്യങ്ങളെ ആപത്തിൽ സഹായിക്കൽ, ലോകത്തെവിടെയും ദുരിതബാധിതർക്കായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് നൽകുന്ന സാമ്പത്തിക പിന്തുണ, ഇവയൊക്കെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തെ നിലനിർത്തുന്ന ഘടകങ്ങൾ. ലോക പോലീസ് എന്ന വിമർശനം, എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ നെറുകെട്ട മാർഗങ്ങളെ ഉപയോഗിക്കുക, അനഭിമതരായ സർക്കാരുകളെ അട്ടിമറിക്കുക, നേതാക്കളെ കൊലപ്പെടുത്തുക എന്നിങ്ങനെയുള്ള കൃത്യങ്ങളുടെ രക്തപങ്കിലമായ ചരിത്രവും പേറുമ്പോഴും അമേരിക്കയുടെ ആഗോള നേതൃത്വം എവിടെയൊക്കെയോ ആഗോള മാനവികതയ്ക്കും ഉതകുന്നതായിരുന്നു. ആ നന്മകളെ കൂടി പിൻവലിക്കുന്നത് കൊണ്ട് അമേരിക്ക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ബില്യൺ കണക്കിന് ഡോളർ ചെലവാക്കുന്നത് നിർത്തിയാൽ അമേരിക്കൻ നികുതിപ്പണം പാഴാകാതിരിക്കുമെന്നാണ് ട്രംപിൻ്റെ വാദം. ട്രംപിൻ്റെ സ്വാർത്ഥതയിലൂന്നിയ നിലപാടുയർത്തുന്ന അപകടം യൂറോപ്യൻ യൂണിയന് ആദ്യം തന്നെ പിടികിട്ടി. തങ്ങളുടെ സുരക്ഷ തങ്ങളുടെ മാത്രം ബാധ്യതയാണെന്ന് യൂറോപ്പിന് പെട്ടെന്ന് മനസ്സിലായി. യുക്രൈൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി അവർ കണ്ടു. ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ അക്രമകാരിയായി വിലയിരുത്തപ്പെടുന്ന പുടിൻ്റെ റഷ്യയെ തടയാൻ ട്രംപിൻ്റെ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവർ യൂറോപ്പിനായി യൂറോപ്പ് എന്ന സത്യവുമായി അതിവേഗം പൊരുത്തപ്പെട്ടു. ട്രംപ് രണ്ടാമത് US പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഫെബ്രുവരി 14 മുതൽ 16 വരെ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ബഹുധ്രുവീകരണം എന്ന പ്രമേയത്തിൽ നടന്ന 61ാമത് അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയത് യൂറോപ്പിനെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രീഎംപ്റ്റീവ് അറ്റാക്കാണെന്ന് പിന്നീട് മനസ്സിലായി. വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ യൂറോപ്യൻ നിയമങ്ങളെയാണ് വാൻസ് ആക്രമിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്ത് നിലകൊണ്ടുള്ളതെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വാൻസിന്റെ വിമർശനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ചിലരുടെ സങ്കുചിത ചിന്തകൾക്ക് സമൂഹത്തിൽ ഇടം നേടിക്കൊടുക്കാനുള്ള തന്ത്രമാണെന്നതും പിന്നീട് ലോകം മനസ്സിലാക്കി. ജർമ്മനിയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പുതിയ ചാൻസലറാവാൻ വഴിയൊരുങ്ങിയതിന് പിന്നാലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രീഡറിക് മെറ്റ്സിന്റെ ആദ്യ പ്രതികരണം അമേരിക്കയ്ക്കെതിരെയായിരുന്നു. യൂറോപ്പിന്റെ പ്രതിരോധത്തിനായി സംവിധാനം ഒരുക്കുമെന്നാണ് മെറ്റ്സ് പറഞ്ഞത്. മാർച്ച് 14 ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയോടെ US യൂറോപ്പ് ഭിന്നതയുടെ ചിത്രം വ്യക്തമായി. ഓവൽ ഓഫീസിൽ നിന്ന് അപമാനിതനായി ഇറങ്ങിയ വോളോദിമിർ സെലൻസ്കി ആദ്യമെത്തിയ അന്താരാഷ്ട്ര വേദിയും ഈ EU ഉച്ചകോടിയായിരുന്നു. യുക്രൈനുള്ള അകമഴിഞ്ഞ പിന്തുണ ഈ ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കപ്പെട്ടു. യൂറോപ്പും അമേരിക്കയും വിരുദ്ധ ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നതിന് ഏറ്റവും പുതിയ തെളിവായി റഷ്യക്കെതിരെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നടത്തിയ അതിരൂക്ഷ വിമർശനം. തയ്യാറുള്ളവരുടെ സഖ്യം എന്ന പുതിയ രാഷ്ട്രീയ ചേരിയും യുക്രൈനായി ഉദയം കൊണ്ടു.
പോളണ്ടിലേക്ക് ഹിറ്റ്ലർ നടത്തിയ അധിനിവേശമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കത്തിന് കാരണം. പോളണ്ടിന്റെ സ്വാതന്ത്ര്യം ഉറപ്പു നൽകിയ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിച്ചതോടെയായിരുന്നു തുടക്കം. ചരിത്രത്തിൽ പോളണ്ടിന്റെ അന്നത്തെ സ്ഥാനവുമായി യുക്രൈൻ്റെ സാഹചര്യത്തിന് സമാനതകളേറെയുണ്ട്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ചൊല്ലിയുള്ള തർക്കം ലോകരാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ തീർക്കുന്നത് കാണുമ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടുന്നത് എങ്ങനെയെന്നാണ് കാണേണ്ടത്.